നമസ്കാരം. കേരളത്തിലെ പൊതുജന ആരോഗ്യ മേഖലയിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള സേവനങ്ങളും ഇൻഷുറൻസ് പദ്ധതികളുമൊക്കെ തന്നെ ജനജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചികിത്സാ ചെലവുകൾ സാധാരണ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാതിരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിപുലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളും പദ്ധതികളുമാണ് ഇപ്പോൾ പ്രാബല്യത്തിലുള്ളത്. സംസ്ഥാന ബജറ്റിലെ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആരോഗ്യ പരിരക്ഷയുടെ പരിധിയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇപ്പോൾ സർക്കാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഈ സംവിധാനങ്ങൾ വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായി വരുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ്. നിലവിൽ 42 ലക്ഷത്തോളം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി ചികിത്സാ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട്. ഏകദേശം 25 ലക്ഷത്തിലധികം രോഗികൾക്ക് 8000 കോടിയിലധികം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ഇതുവഴി വിതരണം ചെയ്യപ്പെട്ടു. ഈ പദ്ധതിക്ക് കീഴിൽ വരുന്നവർക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളിൽ നിന്ന് സൗജന്യ ചികിത്സ ലഭിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഡോക്ടറുടെ സേവനം, ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ചിലവ്, ICU ചാർജ്, മരുന്നുകൾ, മുറി വാടക തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഇൻഷുറൻസ് പരിരക്ഷയുടെ ഭാഗമായിട്ട് രോഗികൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക ഇൻഷുറൻസ് പദ്ധതികളിൽ ഉൾപ്പെടാത്തവർക്കായിട്ട് കാരുണ്യ ബെനവലന്റ് ഫണ്ട് KBF എന്ന സംവിധാനവും ആശ്വാസമേകുന്നു. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള ഏത് കുടുംബത്തിനും അവരുടെ റേഷൻ കാർഡ് APL വിഭാഗത്തിലൊക്കെ തന്നെ പെട്ടതാണെങ്കിൽ പോലും ഈ പദ്ധതിയുടെ ആനുകൂല്യം തേടാവുന്നതാണ്. 2 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായം ഈ ഫണ്ട് വഴി അനുവദിക്കുന്നുണ്ട്. ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചവർക്കും സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്കും ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ ഇത്തരം ഫണ്ടുകൾ വലിയ സഹായമാണ് നൽകുന്നത്. ചികിത്സാ സഹായം തേടുന്നതിലെ തടസ്സങ്ങൾ നീക്കി കൂടുതൽ പേരിലേക്ക് സേവനങ്ങൾ എത്തിക്കാനാണ് ഇത്തരം സംവിധാനങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ആശുപത്രി സേവനങ്ങൾ ലഘൂകരിക്കുന്നതിനായിട്ട് നടപ്പിലാക്കിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ രോഗികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ഈ ഹെൽത്ത് പോർട്ടൽ വഴി അപ്പോയിൻമെൻറ്റുകളൊക്കെ തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇപ്പോൾ വ്യാപകമാക്കിയിട്ടുണ്ട്. ആശുപത്രികളിൽ നേരിട്ടെത്തി ക്യൂ നിൽക്കാതെ തന്നെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഡോക്ടറെ കാണാനുള്ള സമയം സ്ലോട്ട് ബുക്ക് ചെയ്ത് ഉറപ്പാക്കാം. ഏത് ജില്ലയിലെ ആശുപത്രിയാണോ വേണ്ടത് അതും ഏത് വിഭാഗമാണോ വേണ്ടത് അതും രോഗിക്ക് തന്നെ തിരഞ്ഞെടുക്കാം. പേയ്മെൻറ്റുകൾ ഡിജിറ്റലായിട്ട് നടത്താനുള്ള സൗകര്യവും ഈ പോർട്ടലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് ആശുപത്രികളിലെ തിരക്ക് കുറയ്ക്കാനും അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കാനും സഹായകമായി മാറും. സംസ്ഥാനത്തെ ഭൗതിക ചികിത്സാ സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ എല്ലാ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജ് സൗകര്യങ്ങൾ ഇന്നും ലഭ്യമാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയതോടെ താഴെത്തട്ടിൽ തന്നെ മെച്ചപ്പെട്ട സേവനങ്ങൾ ഉറപ്പാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്യാധുനിക ICU യൂണിറ്റുകൾ, ഡയാലിസിസ് സൗകര്യങ്ങൾ എന്നിവയ്ക്ക് പുറമെയായിട്ട് വീട്ടിലിരുന്ന് തന്നെ ഡയാലിസിസ് ചെയ്യാവുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനവും ഇപ്പോൾ ലഭ്യമാണ്. സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾ ജില്ലാ ആശുപത്രികളിൽ വരെ നടപ്പിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യരംഗത്തെ സാങ്കേതികമായിട്ടുള്ള വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം സംവിധാനങ്ങൾ വഴി വലിയ ശസ്ത്രക്രിയകൾക്കായിട്ട് നഗരങ്ങളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. 2026 പുതിയ ബജറ്റ് പ്രഖ്യാപനങ്ങൾ പ്രകാരം ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്കായിട്ട് പുതിയൊരു പദ്ധതി കൂടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇതിനായി 50 കോടി രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. കുറഞ്ഞ നിരക്കിലുള്ള പ്രീമിയം അടയ്ക്കുന്നതിലൂടെ റേഷൻ കാർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും 5 ലക്ഷം രൂപ വരെ വാർഷിക ചികിത്സാ പരിരക്ഷ ലഭിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഔദ്യോഗിക നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ആരോഗ്യ സേവന രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച ദേശീയ അംഗീകാരങ്ങൾ സംസ്ഥാനത്തെ ചികിത്സാ നിലവാരത്തിൻ്റെ അടയാളമാണ്. എല്ലാവർക്കും ഗുണമേന്മയുള്ള ആരോഗ്യ സേവനം ഉറപ്പാക്കുന്നതിലൂടെ ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടക്കുകയാണ്. ഇനി അതുപോലെ തന്നെ അടുത്ത അധ്യയന വർഷം മുതൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 12 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന 43 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് പുതിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും അറിയിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നതെങ്കിലും ഇതിനായിട്ടുള്ള പ്രീമിയം തുക പൂർണ്ണമായിട്ടും സർക്കാർ വഹിക്കുമെന്നും വിദ്യാർത്ഥികൾ ഇതിനായിട്ട് പണം അടയ്ക്കേണ്ടതില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായിട്ടാണ് പദ്ധതി ഏകോപിപ്പിക്കുന്നത്. സർക്കാർ ഏജൻസികളുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉള്ളതിനാൽ തന്നെ ഇൻഷുറൻസ് ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാനും മികച്ച സേവന നിലവാരം ഉറപ്പാക്കാനും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പത്തിക പരാധീനതകൾ മൂലം ഒരു കുട്ടിക്കും ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന കൃത്യമായ കാഴ്ചപ്പാടോടെയാണ് സർക്കാർ ഈ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അപകടത്തിൽ വിദ്യാർത്ഥി മരണപ്പെട്ടാലോ പൂർണ്ണമായിട്ടുള്ള അംഗവൈകല്യം സംഭവിച്ചാലോ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം ലഭിക്കും. കൂടാതെ അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടാൽ 75,000 രൂപ വരെ ചികിത്സാ ചെലവ് ലഭ്യമാകും. അസ്ഥിഭംഗം, വൈദ്യുതാഘാതം, പൊള്ളൽ, മൃഗങ്ങളുടെയോ പാമ്പിൻ്റെയോ കടിയേറ്റുള്ള പരിക്കുകൾ, ഭക്ഷ്യവിഷബാധ തുടങ്ങിയ സാഹചര്യങ്ങളിൽ 5,000 രൂപ അടിയന്തര ചികിത്സാ സഹായമായിട്ട് നൽകുമെന്നും മന്ത്രി വിശദീകരിച്ചു. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.